ഹായ് ഗൈസ്, ഇറ്റ്സ് മീ. ഞാൻ പിന്നെ ഒരു കുക്കിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇച്ചിരി ചിക്കൻ എടുത്തിട്ട് വറുത്തരച്ച കറി വെച്ചാലോ അതൊരു ആലോചന. മാത്രമേ നിങ്ങളോട് കാണിക്കാൻ ആലോചിച്ചു. സോ വറുത്തരച്ച ചിക്കൻ കറി എല്ലാവർക്കും അറിയായിരിക്കാം. ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി എല്ലാവരും കാണുക. നമുക്ക് ആദ്യം ഇവനൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പീസുണ്ട്, ആ ചിക്കന് വറക്കണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. അങ്ങനെ മാറ്റി വെക്കാം ആദ്യം അല്ലേ. നമുക്കിനെ ആദ്യം വൃത്തിയാക്കി എടുക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ നമ്മളങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ബാക്കി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനം കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 3 കാണുന്നില്ലേ, 3 സവോള, 2 തക്കാളി പേസ്റ്റാക്കി എടുക്കണം. 15 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില വേണം കേട്ടോ. ഇത് നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതും അരച്ചെടുക്കാനുള്ളതായിട്ട്. ഇത് പേസ്റ്റാക്കി എടുക്കണം. ഇത് അരിഞ്ഞെടുക്കണം, ഇത് കീറിയെടുക്കണം. ഇതിങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. വറുത്തരയ്ക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചിരകി എടുത്തത്, ഒരു 2-3 ചെറുള്ളി, ഇതിനകത്ത് 2-3 കറിവേപ്പിലൂടെ വരും കേട്ടോ. പിന്നെ ഗരം മസാലാസ്, ബ്ലാക്ക് പെപ്പർ, കറുവാപ്പട്ട, ഏലക്ക ഒരു 3 എണ്ണം, ഗ്രാമ്പൂ 2-3 എണ്ണം, ഇച്ചിരി ഫെനൽ സീഡ്സ്, പെരിഞ്ചീരകം, ഒരു തക്കോലം. ഇത്രയാണ് നമുക്ക് ഗരം മസാലയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. ഇച്ചിരി ക്ഷമ. അപ്പോൾ ഞാൻ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുതിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇഞ്ചി അരിഞ്ഞെടുത്തു, തക്കാളി നമുക്കൊരു പേസ്റ്റ് ആക്കണം, പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ വറുത്തരയ്ക്കാനുള്ള വറവ് ശരിയാക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ തീക്കളി തുടങ്ങുകയാണ്. തീട്ടു വറുത്തെടുക്കുന്നത് ഉരുളിക്കകത്ത് വറുത്തെടുക്കായിരുന്നു. അപ്പം നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് നമ്മുടെ തേങ്ങ, ചെറുള്ളി, ഷാലോട്ട്സും കൂട്ടി ഇനി നമുക്കിന്ന് വാർത്തെടുക്കണം. ഞാൻ വറുത്തെടുക്കാൻ സമയം എടുക്കും കേട്ടോ. ഞാനത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒന്ന് കളർ മാറി വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എണ്ണ പിരിഞ്ഞ് വരണം, പിരിഞ്ഞ് വരാമെന്ന്. ഈ തേങ്ങ എണ്ണ ഇല്ലെന്ന് തോന്നുന്നു. എന്താ പൂച്ചേ? അപ്പോൾ ഇവൻ മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ കുറച്ച് കൊടുത്തു. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, അധികം വേണ്ട, കുറച്ച് മതി. ഒരു 3 സ്പൂൺ ഇതുണ്ടല്ലേ, ചെറിയ സ്പൂണാണ്. 2, 3 മല്ലിപ്പൊടി, 1, 2, 1 സ്പൂണുണ്ട്. ഈ സ്പൂൺ കേട്ടോ മുളക് പൊടി. കാശ്മീരിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ കാശ്മീരിക്ക് എരിവൊന്നുമില്ല. അത് നോക്കിയിടണം, എരിവ് നോക്കിയിടണം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളകും കൊറിയൻഡറും ഇടാൻ പറ്റുന്നതാണ്. അന്നേരം ആദ്യം ഇട്ട് ഞാൻ നോക്കിച്ചെടുക്കുക. ഇത് പൊടിയായതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തീ ഓഫ് ചെയ്തിരിക്കുക കേട്ടോ. ഈ ഉരുളിയുടെ ചൂടിലാണ് ഇതിനാകുന്നത്, അതെല്ലാം മൂക്കുന്നത്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ അരിഞ്ഞെടുക്കണം, അരച്ചെടുക്കണം. വെള്ളം ചേർക്കാനാണെങ്കിൽ അത് അടിപൊളി. എന്നിട്ട് അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും മേളിൽ. ഇനി വെള്ളം ചേർക്കാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെള്ളമൊക്കെ ചേർത്തു. പക്ഷേ നല്ല വെണ്ണ പോലെ അരിഞ്ഞിടണം. ആദ്യം വെള്ളം ചേർക്കണ്ടേ, നല്ല കൊഴുത്തിരിക്കണം. അപ്പോൾ ഞാൻ ഇതിനെ അരയ്ക്കാം, ബാക്കിയുള്ള കാര്യങ്ങളും റെഡിയാക്കാം. ചൂടായിട്ട് അരക്കില്ല കേട്ടോ, ഒന്ന് തണുപ്പിച്ചിട്ട്, അല്ല മിക്സിയും കൂടെ പോകും. അപ്പം അതോട്ട് ഒന്ന് തണുക്കട്ടെ. നമുക്ക് ആ സമയങ്ങളിൽ ഇതിലിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ വേണമെങ്കിൽ 1-2 തേങ്ങക്കൊത്തിടാം കേട്ടോ. ഇനി ഞാൻ തേങ്ങക്കൊത്തിടുന്നില്ല, കാരണം വേണ്ടെന്ന് തോന്നി. ഇന്ന് അങ്ങ് വെളിച്ചെണ്ണയ്ക്ക് കളർ മാറ്റമുണ്ടോ, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. മോശമാണെങ്കിൽ അവിടെ ചെന്ന് പറയാം. അങ്ങനെ ഗൈസ്, എൻ്റെ ചാനലൊരു കുക്കറി ഷോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗരം മസാല ഇടാം. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, കറുവാപ്പട്ട, ഏലക്ക,
ഇച്ചിരി മെലിഞ്ഞേലൊക്കെ കേട്ടോ. കച്ചോലം ഒരു 3-4 പീസ് ഗ്രാമ്പും ഇച്ചിരി ഫെനൽ സീഡ്സ് പേരും ചെയ്തത് ഉണ്ടോ. മൂത്തു ഇപ്പം പൊട്ടും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കഴിഞ്ഞ പ്രാവശ്യം മറന്നുപോയായിരുന്നു. അതുകൊണ്ടോ നിങ്ങൾ കണ്ടു കാണില്ല. ചിലപ്പോൾ എൻ്റെ പല വീഡിയോസും പലരും കാണാറില്ല. എൻ്റെ ഫുഡ് കഴിച്ച പല ആൾക്കാരും വീഡിയോ കാണുമ്പോൾ കമൻ്റ് ഇടുകയോ ചെയ്യാറില്ല. കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇച്ചിരി കുത്തിയരിഞ്ഞിടാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പച്ചമാങ്ങ മാറി നമുക്കിനി ചോറിട്ട് കൊടുക്കാം. ഇതിനങ്ങ് അടച്ചു. ഇതാകുന്ന സമയം കൊണ്ട് മസാല തണുത്താണ്. ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. തുറന്ന് നോക്കട്ടെ. പച്ചമുളക് ആഡ് ചെയ്യാം. ഇങ്ങനെ അടച്ചോട്ടെ. തുറന്ന് നോക്കട്ടെ. വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ കഷ്ണങ്ങൾ ആഡിങ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇരുന്നങ്ങ് വേട്ടെ. വെള്ളമൊന്നും ഇപ്പം വേണ്ട. ഇപ്പം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഗൈസ് ഇത് നോക്കാം. എൻ്റെ സ്വന്തം ചക്കത്തിന് എന്നെ കളിയാക്കുക. എൻ്റെ വീഡിയോ ആരും കാണുന്നില്ലെന്ന്. കാണുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പണിയും ചെയ്തിരിക്കാം. കണ്ടോ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ. കുടുംബത്തുനിന്ന് വരെ കളിയാക്കലാണ് ഷാജി. നമ്മളല്ലേ ഈ കൊച്ചൻ വെളുത്ത് പാടുവോ. ഉണ്ടോ വെള്ളം ഇറങ്ങി വരുന്നേ. വെള്ളം ഇറങ്ങി വന്ന് ഇവനൊന്ന് 3/4 വേവാകട്ടെ. എന്നിട്ട് ഞാനത് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല കുട്ടപ്പനായിട്ട് നോക്ക് കാണുന്നില്ലേ. യെസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏത് നാട്ടിലെ കരയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ കണ്ണൂരുകാരും കറിയൊക്കെ ഇങ്ങനെ വരും. അതന്നെ നടന്ന് പൊക്കി നോക്കാം. വെള്ളം നല്ല രീതിയിൽ ഇറങ്ങി വരുന്നുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളമായി. കോഴിയാണ്, എളുപ്പം വേഗം. അതിലേക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിൻ്റെ എന്നത്തെയുള്ള കൃത്യ അളവ് ആവശ്യത്തിന്. ഇച്ചിരി കുറഞ്ഞെന്നാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആഡ് ചെയ്യാം. കൂടിയാൽ വലിയ കുഴപ്പമാണ്. അങ്ങനെ കേസരി ലൈറ്റ് കളഞ്ഞ് സഹായിച്ചിരിക്കുകയാണ്. കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. എന്നൊരു കാര്യം ചെയ്യും. അതുവരെ നീ ചെറിയ തീയിൽ വേഗം. അപ്പം കറണ്ട് സാർ പിന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എളുപ്പം വെള്ളമൊക്കെ ഇറങ്ങി ഉഷാറായി. ഒരു നല്ലൊരു ടെക്സ്റ്റൊക്കെ ആയി. നമുക്കിത് മസാല അങ്ങോട്ട് ആളത്ത് ചെയ്യാം. ഇതേ നല്ല അരച്ചിരിക്കുന്ന മസാല നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
മസാല കളയാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആവശ്യമുള്ള വെള്ളമാകും, രണ്ട് മസാല പോവുകയില്ല. ഇതിനെ സാറേ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് വരുന്നില്ലേ? ഇതിനെങ്ങനെ തിളക്കട്ടെ. എന്നാലേ ഇങ്ങനെ ആദ്യം എടുത്ത് 2 തക്കാളി പിന്നെ ഒന്ന് അടിച്ച് പഞ്ചറാക്കിയിട്ട് വരാം. കിടന്ന് തിളയ്ക്കണം. തിള കണ്ടാൽ മോനെ നമുക്ക് തക്കാളി ഇച്ചിരി വെള്ളം ചേർത്താൽ ടേസ്റ്റാക്കിയത് അതുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് തിക്കാട്ട് വേണം തിക്കാട്ട് ഉപയോഗിക്കാം, ഇച്ചിരി വെള്ളം വേണം വെള്ളം, ചാറ് വേണം ചാറായിട്ട് എടുക്കാം. ഇച്ചിരിയുടെ വേണം, അതുകൊണ്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കട്ടെ. കുറച്ച് ഉപ്പ് വേണം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാമല്ലോ കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നമുക്കൊന്ന് അടച്ചു വെക്കാവേ. എന്താ ടെക്സ്ചർ മാറി ഇച്ചിരി ചുവപ്പൊക്കെ ഇതിന് മുകളിലേക്ക് പൊങ്ങി വരും. തക്കാളിയുടെ പച്ചമണം മാറണം, പച്ച ടേസ്റ്റ് മാറണം. മസാലയിൽ ഇറച്ചി കടന്ന് വേകണം. എങ്ങനെയായി നോക്കട്ടെ ചിക്കൻ്റെ സിറ്റുവേഷൻ. ഞാനേ മുളകും മല്ലി ഇടുന്നത് കൃത്യം കണക്ക് പറയാത്തത്, എനിക്കിതൊക്കെ ഒരു കൈക്കണക്കാണ്. അതുകൊണ്ട് കേട്ടോ നെക്സ്റ്റ് ടൈം തൊട്ട് ഞാൻ എൻ്റെ അളവ് എടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ അളവ് ടീസ്പൂണാണോ ടേബിൾ സ്പൂണാണോ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ടേബിൾ സ്പൂൺ എത്ര ടീസ്പൂണൊക്കെ ഒന്ന് പഠിക്കണം. ഇതൊക്കെ സാധനം സൂപ്പറാണ് കേട്ടോ. ആനാണെങ്കിലും ഒന്ന് കഴിച്ചു പോകുമെന്ന് പറഞ്ഞ പോലെ ഐശ്വര്യാണല്ലോ, അത് തന്നെ ടൈറ്റിലാണ്. സാധനം വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് വിട്ട് വരാൻ തുടങ്ങി. ഗൈസ് നമ്മുടെ സാധനം ഏകദേശം ആയിട്ടുണ്ട്. ആകണം എനിക്ക് അതിൻ്റെ ചുമന്ന കളറൊക്കെ ഇളക്കി വരുന്നുണ്ട്. അടിക്ക് ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്. അടിക്കല്ല, ഉള്ളിയല്ലേ, അതൊന്നും പഠിക്കണ്ട. അപ്പം ഞാനിവനങ്ങ് സ്റ്റോപ്പ് ചെയ്യുവാണേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ട കമൻറ്റ് പഠിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വരട്ടെ. എന്നാലും നമുക്ക് പുരോഗമിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന്. ഇപ്പോൾ ഗൈസ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തിരി ചോറ്, കപ്പ, ചപ്പാത്തി എന്തിൻ്റെ കൂട്ടത്തിലും പോകും. അടിപൊളി സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റുകൾ അറിയിക്കണം. ഞാനിപ്പം എൻ്റെ അടുത്ത് നല്ല 2 ദോശ ഇരിപ്പുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ പോയാറും. ഇവനെ കൂട്ടി കഴിക്കാം. അപ്പം ഞാനിത് കഴിക്കാം, നിങ്ങളിത് കാണ്, പരീക്ഷിക്ക്, ട്രൈ ചെയ്യ്, എന്നെ അറിയിക്കാൻ വേണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഈസ് മീക്കോ സൈനിങ് ഓഫ്. ബൈ.